വെൽക്കം ഓൾ സ്റ്റുഡൻസ്. അടുത്ത ഒരു പുതിയ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024-25 നടത്തുന്ന ഈ ഒരു എയിംസ് അക്കാഡമി നടത്തുന്ന ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, ഈ ഒരു 4 വർഷത്തിനിടയിൽ 4ാമത്തെ തവണയാണ് PSC ഒരു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ വിജ്ഞാപനം വിളിക്കാൻ പോകും. 4ാമത്തെ തവണയാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 2019 വിളിച്ചു, ആരോഗ്യ വകുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. 2020-21 കാലഘട്ടങ്ങളിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. 2023 വീണ്ടും ആരോഗ്യ വകുപ്പിന്റെ വിജ്ഞാപനം വന്നു. വീണ്ടും അടുത്ത ഒരു വിജ്ഞാപനം തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലേക്ക് വരാൻ പോകുന്നു, അല്ലെ? 4 വിജ്ഞാപനങ്ങളാണ് 4 വർഷ കാലയളവിനുള്ളില് വന്നിരുന്നത്. ഇങ്ങനെ ഏതെങ്കിലും വിജ്ഞാപനം ഏതെങ്കിലും ഒരു തസ്തികയ്ക്ക് വന്നിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. വന്നിട്ടുണ്ടോ? LD ക്ലർക്കിന് പോലും വന്നിട്ടില്ല, അല്ലെ? ഏറ്റവും കൂടുതൽ PSC കോമ്പറ്റീറ്റീവ് പരീക്ഷയായിട്ട് നടത്തുന്ന LD ക്ലർക്കിന് പോലും ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഇതൊരു നിങ്ങളെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച്, ഈ പറയുന്ന കിട്ടാതെ ഒക്കെ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒന്നില്ലെങ്കിൽ അടുത്തത് എന്നും പറഞ്ഞിട്ടാണ് 4 തസ്തികകളിലേക്ക് PSC 4 വർഷങ്ങളായിട്ട് PSC വിജ്ഞാപനം കൊണ്ടുവരുന്നത്, അല്ലെ? അപ്പം ഈ വരാൻ പോകുന്ന വിജ്ഞാപനവും നിങ്ങൾക്ക് ഉള്ളതാണ് എന്ന ഒരു ബോധ്യത്തോടു കൂടി വേണം നിങ്ങൾ പഠനം ആരംഭിക്കാൻ. ഓക്കെ, പഠനം നിങ്ങൾക്കാണ്. ആ ഒഴിവ് ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ആലോചിച്ച് വേണം നിങ്ങൾ പഠനം തുടങ്ങി വെക്കാൻ. ഓക്കെ, ഇത് MCSന്റെ വിജ്ഞാപനം. ഇനി ഇത് MCSന്റെ വിജ്ഞാപനത്തിലേക്കുള്ള ക്ലാസ് ആണ്. ഇത് MCS മുനിസിപ്പൽ കോമൺ സർവീസ് എന്ന പഴയ മുനിസിപ്പൽ കോമൺ സർവീസ് എന്ന ഇപ്പോൾ LSGD എന്ന് അറിയപ്പെടുന്ന ഇതിലേക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇന്നും ഇവിടെ തുടങ്ങുന്നത്. ഇന്ന് ഞാൻ ഈ ഒരു ക്ലാസ് ഒരു ഓറിയന്റേഷൻ ക്ലാസ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഓറിയന്റേഷൻ ക്ലാസ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ന് ക്ലാസ്സിന് കേൾക്കാനായിട്ട് വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. എന്നാണ് വിജ്ഞാപനം വരുന്നത് എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്, അല്ലെ? യഥാർത്ഥത്തിൽ 2023 മുതലേ നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ് വിജ്ഞാപനം. 22 മുതലേ പറഞ്ഞു കേൾക്കുന്നു വിജ്ഞാപനം ഉടനടി വരും എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നു. പക്ഷെ വിജ്ഞാപനം വരാതെ ഇരുന്നത് കേസുകൾ കൊണ്ടോ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടോ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ മുമ്പ് മുനിസിപ്പൽ കോമൺ സർവീസിന്റെ വിജ്ഞാപനമായിരുന്നു PSC വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഈ മുനിസിപ്പൽ കോമൺ സർവീസ് എന്ന വകുപ്പിൽ ഇല്ലാതായിട്ട് ആ വകുപ്പുകളിലേക്ക് 5 വകുപ്പുകൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതായത് പഞ്ചായത്ത് വകുപ്പ് ഉൾപ്പെടെ ഉള്ള വകുപ്പുകൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുകയുണ്ടായി. അങ്ങനെ 5 വകുപ്പുകൾ കൂട്ടിച്ചേർത്തത് കൊണ്ട് LSGD ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന ഒരു വകുപ്പിലേക്ക് ഈ പറയുന്ന പഞ്ചായത്ത് വകുപ്പും ഈ പറയുന്ന കോർപ്പറേഷനുകളും നഗരസഭകളും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തത് കൊണ്ട് MCS വിജ്ഞാപനം ആ ഒരു കൂട്ടിച്ചേർക്കൽ കൊണ്ട് ഗവൺമെന്റിന്റെ പല ഏരിയകളിലും അതിനെ കുറിച്ചിട്ടുള്ള പേപ്പർ വർക്കുകൾ കാലതാമസം വന്നതുകൊണ്ടാണ് വിജ്ഞാപനം വൈകിയിരുന്നത്. ഇപ്പോൾ PSCയിലേക്ക് ആ പേപ്പർ വന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 1-2 മാസങ്ങൾക്കുള്ളിൽ ആ പേപ്പർ PSCയിലേക്ക് വന്നു. അതൊരു സ്പെഷ്യൽ അമെൻമെന്റ് ആയിട്ട് നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അത് പ്രകാരം ഉടനടി തന്നെ വിജ്ഞാപനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. മിക്കവാറും ഒരു ഡിസംബറിനുള്ളിൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നാലുള്ള പ്രത്യേകത, അല്ലെങ്കിൽ ഡിസംബറിലോ
നവംബറിലോ നോട്ടിഫിക്കേഷൻ വന്നാലുള്ള ആപത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഹെൽത്ത് സർവീസിൽ നമ്മൾ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതുമാണ് അല്ലെ? നിങ്ങൾ എല്ലാവരും അനുഭവിച്ചറിഞ്ഞതാണല്ലോ. നവംബർ മാസത്തില് വിജ്ഞാപനം വന്നു. എന്താണ് സംഭവിച്ചത്? നവംബർ മാസത്തിൽ വിജ്ഞാപനം വന്നപ്പോഴത്തേക്ക് എന്താണ് സംഭവിച്ചത്? നവംബർ മാസത്തിൽ വിജ്ഞാപനം വന്നപ്പോഴ് ജനുവരിയില് പരീക്ഷ കലണ്ടർ വന്നു അല്ലെ? ജനുവരിയിൽ പരീക്ഷ കലണ്ടർ വരികയുണ്ടായി. അപ്പം സ്വാഭാവികമായിട്ടും പരീക്ഷ കലണ്ടർ, നമ്മുടെ പരീക്ഷ ഒരു ചെറിയ പരീക്ഷയാണ്. വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ മാത്രം, PSCയെ സംബന്ധിച്ച് വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ മാത്രം എഴുതുന്ന ഒരു പരീക്ഷയാണ്. PSC ഇപ്പോൾ എന്താണ് ഈ 2022 മുതൽ PSC പിന്തുടർന്നു വരുന്ന ഒരു നയം, 2022 സോറി 2023 മുതൽ PSC പിന്തുടരുന്ന ഒരു നയം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ വർഷവും 23 ജനുവരിയിലും 24 ജനുവരിയിലുമാണ് PSC ആ വർഷത്തെ പരീക്ഷ കലണ്ടർ പബ്ലിഷ് ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. പരീക്ഷ ഉണ്ടാകുന്നതിന് 2 മാസം മുമ്പായിരുന്നു PSC അവന്റെ കലണ്ടർ പബ്ലിഷ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ 23-ലും 24-ലും നമ്മൾ കണ്ട കാര്യം, ജാനുവരി മാസത്തിൽ തന്നെ ഡിസംബർ വരെയുള്ള കലണ്ടർ PSC പബ്ലിഷ്. അപ്പം സ്വാഭാവികമായിട്ടും 2024 നവംബറിലോ അല്ലെങ്കിൽ ഒക്ടോബറിലോ അല്ലെങ്കിൽ ഡിസംബറിലോ ആണ് നമ്മുടെ വിജ്ഞാപനം വരുന്നത് എങ്കിൽ, ഒരു ചെറിയ ഒരു പരീക്ഷ ആയതുകൊണ്ട്, ചെറിയ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾ വളരെ കുറവുള്ള പരീക്ഷ ആയതുകൊണ്ട് ഒരു പക്ഷേ വളരെ വേഗം നമ്മുടെ പരീക്ഷ നടത്താം. അത് തന്നെയാണ് നമ്മൾ എവിടെ കണ്ടിരുന്നത്, എവിടെ കണ്ടത്, എവിടെ കണ്ടത്? ഇപ്പോൾ നടന്ന ഹെൽത്ത് സർവീസിന്റെ വിജ്ഞാപനത്തിൽ നമ്മൾ കണ്ടത് അല്ലെ? വളരെ ചെറിയ അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ പഠനം തുടങ്ങുന്ന നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണെങ്കിൽ നമുക്ക് ആർക്കും തന്നെ പഠിച്ചെടുക്കാൻ കഴിയുകയില്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തതേ എറണാകുളത്തിന്റെ കട്ട് ഓഫ് മാർക്ക് നമ്മൾ കണ്ടു. 37 കട്ട് ഓഫ് മാർക്ക് വന്നത്. അപ്പം ഇത് നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അത്യാവശ്യം നന്നായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കയറാൻ പറ്റൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കൂടിയുമാണ് എയിംസ് അക്കാഡമി ഈ ഇത്തവണത്തെ ഈ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ ക്ലാസ് തുടങ്ങുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമുക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എല്ലാ ദിവസവും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഫോണിലേക്ക് വിളിച്ചും മെസ്സേജ് അയച്ചും ചോദിക്കുന്നുണ്ട് ക്ലാസ് എന്നാണ് തുടങ്ങുന്നത്. അപ്പൊ അതിനെ കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ഇപ്പോൾ ആരംഭിക്കുന്നത്. അപ്പം ഒന്നാമത്തെ സംശയം നിങ്ങളുടേത് നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നതിനെ കുറിച്ചിട്ടാണ് അല്ലെ? നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ഈ വർഷം നവംബറിനോ ഡിസംബറിനോ ഉള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ നിങ്ങൾ പഠിച്ചു തുടങ്ങാനാണോ? നോട്ടിഫിക്കേഷൻ വന്നിട്ടേ നിങ്ങൾ പഠിച്ചു തുടങ്ങുമെന്ന് നിങ്ങൾക്ക് വാശിയുണ്ടോ? പറഞ്ഞേ, കമന്റ് ചെയ്തേ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമല്ല പഠിച്ചു തുടങ്ങേണ്ടത്. ഇപ്പോൾ തുടങ്ങണം. ഇപ്പോൾ തന്നെ ആ പഠനം നിങ്ങൾ ആരംഭിക്കണം. കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ 2023 അല്ലെങ്കിൽ 24 നടന്ന ഈ ഹെൽത്ത് സർവീസിന്റെ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ഇപ്പോൾ തന്നെ, വിജ്ഞാപനം വരുന്നതിന് 3-4 മാസം മുൻപേ തന്നെ ക്ലാസ്സുകൾ. അപ്പം വിജ്ഞാപനത്തെ കുറിച്ച് ഉള്ള സംശയങ്ങൾ എല്ലാവർക്കും മാറിയല്ലോ. വിജ്ഞാപനം ഉടനടി തന്നെ വരും. PSCയുടെ ഈ പറയുന്ന പേപ്പർ വർക്കുകളെല്ലാം ഫിനിഷ്ഡ് ആയിട്ട് വരികയാണ്. അതൊരു സ്പെഷ്യൽ അമെന്റ്മെന്റ്, അതായത് നമ്മുടെ പോസ്റ്റിന്റെ തന്നെ പേര് മാറ്റണം. മുമ്പ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നായിരുന്നു നമ്മുടെ തസ്തികയുടെ പേര് അല്ലെ? ആ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന തസ്തികയുടെ പേര് PSCയുടെ വിജ്ഞാപനത്തിൽ ഉള്ളത് അങ്ങനെയായിരുന്നു. അതെല്ലാം മാറ്റി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന ഒരു തസ്തികയിലേക്ക്, ആ പേരിലേക്ക് വരും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാങ്കേതികമായ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടായിരുന്നു ഇത്രയും നാള് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാതെ പോയത്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പതുക്കെ മാറി വരുന്നു എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. ഓക്കെ, അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ വരും. ഓക്കെ, നോട്ടിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങളൊന്നുമില്ലല്ലോ? വരാം, അതിലേക്ക് തന്നെ വരാം, സിലബസിലേക്ക് എത്താം. ഓക്കെ, നോട്ടിഫിക്കേഷനെ കുറിച്ച് ആർക്കും സംശയങ്ങളൊന്നുമില്ലല്ലോ? നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമല്ല നമ്മൾ പഠനം തുടങ്ങേണ്ടത്. ക്ലിയർ? നോട്ടിഫിക്കേഷൻ ക്ലിയർ അല്ലേ?
ആ വാക്ക് വരും എന്നുള്ളത് കമന്റ് ചെയ്തേ. ഓക്കെ, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇപ്പൊ ഒന്ന് രണ്ട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിരിക്കുന്നു ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും എന്നതിനെ കുറിച്ച്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ കണ്ടു. ഹെൽത്ത് സർവീസിലും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലും നമ്മൾ കണ്ടു DHIC കോഴ്സ് കഴിഞ്ഞവർക്കും പ്രത്യേകിച്ചും സയൻസ് +2 ഉള്ള DHIC കോഴ്സുകാർക്കായിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലും ആരോഗ്യ വകുപ്പിലും ഈ പറയുന്ന ആപ്ലിക്കേഷൻ അയക്കാമെങ്കിൽ ഈ പറയുന്ന പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ SSLC ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ SSLC-കാർക്കും ഈ പറയുന്ന DHIC-കാർക്കും സാനിറ്ററി ഇൻസ്പെക്ടർ ബിരുദധാരികൾക്കും സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞ ആളുകൾക്കും അപേക്ഷിക്കാം. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു കാര്യം, നോൺ സയൻസുകാർക്ക് ഇതിൽ ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയും എന്നുള്ളതാണ്. നോൺ സയൻസുകാർക്ക് ഇതിൽ ആപ്ലിക്കേഷൻ അയക്കാം. നോൺ സയൻസുകാര് ഒരുപാട് പേര് നമ്മുടെ ട്രെയിനിങ് സെന്ററുകളിലൊക്കെ പഠിച്ചിരിപ്പുണ്ട്. അവരൊക്കെ ഈ പറയുന്ന ഹെൽത്ത് സർവീസിന്റെ ഒക്കെ വിജ്ഞാപനം വന്ന സമയത്ത് അവർക്ക് അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവർക്ക് വളരെയധികം സങ്കടമായിരുന്നു, ഞങ്ങൾക്ക് അയക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നോൺ സയൻസുകാർക്ക് കൂടി ഈ പറയുന്ന അതിൽ നോട്ടിഫിക്കേഷനിൽ ആപ്ലിക്കേഷൻ അയക്കാം. അതോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സ് 1 ഇയർ സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞവർക്ക് ആപ്ലിക്കേഷൻ അയക്കാം. ഓക്കെ, അതോടൊപ്പം തന്നെ സയൻസ് ഉള്ള +2 സയൻസ് പഠിച്ച് നമ്മുടെ DHIC-കാർക്കും ഒക്കെ ആപ്ലിക്കേഷൻ ഇതിൽ അയക്കാം. ഇതുകൊണ്ടുള്ള ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാല്, കഴിഞ്ഞ നമ്മള് ഹെൽത്ത് സർവീസിന്റെ പരീക്ഷ എഴുതിയപ്പോഴ് നമ്മുടെ സംസ്ഥാനത്ത് മൊത്തം കൂടി ഏകദേശം ഒരു എത്ര പേര് ഉണ്ടായിരുന്നു പരീക്ഷ എഴുതാൻ? എത്ര പേരുണ്ടായിരുന്നു നിങ്ങൾക്കറിയാമോ? എത്ര പേര് എഴുതിയിരുന്നു മൊത്തം? ഏകദേശം ഒരു 4200-ഓളം പേര് ഇതിന് ആപ്ലിക്കേഷൻ അയച്ചിരുന്നു. 4200-ന് മുകളിൽ പേര് ആപ്ലിക്കേഷൻ അയച്ചിരുന്നു. പക്ഷെ ഇത്തവണ ആപ്ലിക്കേഷൻസിന്റെ എണ്ണം കൂടും. കാരണം +2 സയൻസ് അല്ലാതെ ഉള്ള നോൺ സയൻസുകാർ കൂടി ഈ പറയുന്ന 4200+ ആകും. അതോടൊപ്പം തന്നെ 1 ഇയർ സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന കുറച്ചധികം ആളുകളുണ്ട്. ഏകദേശം അതൊരു 500-ൽ താഴെ ആളുകൾ, ഒരു 100-നും 500-നും താഴെ, അത്രയും തന്നെ വരത്തില്ല, ഒരു പക്ഷെ ഒരു 100-നും 250-നും ഇടയിൽ ആളുകൾ ഏതാണ് +2 നമ്മുടെ 1 ഇയർ സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞവർ അവര് ഉണ്ടാകും. അപ്പം കൂടുതൽ 4200-നോടൊപ്പം തന്നെ നോൺ സയൻസ് പഠിച്ച ആളുകൾ ഉണ്ടാകും. പറയുന്ന 1 ഇയർ സാനിറ്ററി ഇൻസ്പെക്ടർ കഴിഞ്ഞ ആളുകൾ ഇതില് ഉണ്ടാകും. ഓക്കെ, എഴുതാം. നോൺ സയൻസുകാർക്ക് ഈ പരീക്ഷ എഴുതാൻ കഴിയും. കാരണം ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് SSLC ആണ്, അല്ലാതെ +2 സയൻസ് എന്നല്ല ഇതിന്റെ ക്വാളിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിന്റെ ഗസറ്റ് വിജ്ഞാപനത്തിൽ കൃത്യമായി തന്നെ ആ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ആ ഗസറ്റ് വിജ്ഞാപനത്തിന്റെ കോപ്പി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്ത് തരും. ഓക്കെ, അപ്പം +2 സയൻസുകാർക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റും. അതോടൊപ്പം തന്നെ അതുകൊണ്ട് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? ആപ്ലിക്കേഷൻസിന്റെ എണ്ണം എല്ലാ ജില്ലയിലും കൂടുതലായിരിക്കും. അപ്പൊ ആപ്ലിക്കേഷൻസിന്റെ എണ്ണം എല്ലാ ജില്ലയിലും കൂടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ആപ്ലിക്കേഷൻസിന്റെ എണ്ണം കൂടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? കോമ്പറ്റീഷൻ കൂടും, അല്ലെ? മത്സരം കൂടും, കോമ്പറ്റീഷന്റെ തീവ്രത കൂടും. അപ്പൊ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണ്ടേ? കോമ്പറ്റീഷൻ കൂടുമ്പോ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണ്ടേ? എന്റെ ഉദ്യോഗാർത്ഥികളെ, ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം, അല്ലെ? വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ, വിജ്ഞാപനം നവംബറിലോ ഡിസംബറിലോ വന്നു കഴിഞ്ഞാൽ ജാനുവരി 1-ാം തീയതി PSC പരീക്ഷാ കലണ്ടർ ഇടും. ആ പരീക്ഷാ കലണ്ടറിൽ ഈ കഴിഞ്ഞ തവണ പരീക്ഷ നടന്നതുപോലെ ഏപ്രിൽ 4-ാം തീയതിയോ 5-ാം തീയതിയോ പരീക്ഷ വരും. ഒരിക്കലും നമുക്ക് 4-5 മാസം കൊണ്ട് ഈ ഒരു പരീക്ഷ പഠിച്ചു തീർക്കാൻ, ഈ ഒരു സിലബസ് പഠിച്ചു തീർക്കാൻ
ഏകദേശം 1 വർഷം അല്ലെങ്കിൽ 1.25 വർഷത്തോളമെങ്കിലും നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ, ഏറ്റവും കുറഞ്ഞത് 1 വർഷമെങ്കിലും നന്നായി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റൂ. വെറുതെ പരീക്ഷ എഴുതാൻ പോകുന്നില്ല, ഒരു റാങ്ക് ലിസ്റ്റിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയും. ഓക്കെ, അതുകൂടി കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ക്ലാസ്സുകൾ ഇപ്പോൾ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പം നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടായി, പരീക്ഷയ്ക്ക് ഉള്ള കോമ്പറ്റീഷന്റെ തീവ്രതയെ കുറിച്ച് ഞാൻ പറഞ്ഞു, അല്ലെ? ഓക്കെ, ക്ലിയർ. പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞു. ആ ക്വാളിഫിക്കേഷൻസില് പരീക്ഷ എത്രത്തോളം തീവ്രമാകും എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഞാൻ തരുന്നത്. ഓക്കെ, കഴിഞ്ഞ ഇപ്പൊ നടന്ന പരീക്ഷയില് 2024 ഇപ്പൊ നടന്ന ഏപ്രിൽ പരീക്ഷയില് നമ്മുടെ ക്ലാസ്സിലുള്ള ഒരുപാട് കുട്ടികൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നു. ഞാൻ അവസാന ക്ലാസ്സുകളിൽ പറഞ്ഞ അതേ പാറ്റേണിൽ തന്നെയല്ലേ നിങ്ങളോട് ചോദ്യം ചോദിച്ചത് കുട്ടികളെ, അല്ലെ? അവസാന ക്ലാസ്സുകളിൽ പറഞ്ഞ അതേ പാറ്റേണിലാണ്. എയിംസ് അക്കാഡമി മാത്രമേ ഉള്ളൂ ആ പാറ്റേൺ പറഞ്ഞിരുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയില്ല, അത് ഉറപ്പിച്ചു തന്നെ ഞാൻ പറഞ്ഞിരുന്നു. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒരു കാരണവശാലും ഉണ്ടാവത്തില്ല. പരമാവധി പോയാൽ 3-4 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു, അല്ലെ? പരീക്ഷ ഒരു 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 താരതമ്യേന എളുപ്പമായിരിക്കുമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അല്ലെ? അതോടൊപ്പം തന്നെ നമ്മുടെ അവസാന ദിവസങ്ങളിൽ ഞാൻ തന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും, നമ്മളിട്ട മോഡൽ പരീക്ഷകളിൽ നിന്നും ഏകദേശം ഒരു 10-20ഓളം ചോദ്യങ്ങൾ അതേപോലെ തന്നെ ചോദിച്ചില്ലേ? 10-20ഓളം ചോദ്യങ്ങൾ അതേപോലെ തന്നെ ചോദിച്ചില്ലേ? കമന്റ് ചെയ്യൂ, ഇല്ലാത്തവർക്കും കമന്റ് ചെയ്യാം, അല്ലെ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ, പ്രത്യേകിച്ചും ഡയറക്റ്റ് ക്ലാസ്സുകളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അത് അറിയാം. അവസാനത്തേക്ക് ഡയറക്റ്റ് ക്ലാസ്സുകളിൽ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം. അവസാന ഡയറക്റ്റ് ക്ലാസ്സിൽ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായി ആ ഒരു 10-100 ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നതില് വളരെ കൃത്യമായ ക്വസ്റ്റ്യൻസ് അവിടെ വന്നിരുന്നു. പക്ഷെ എന്ത് പറ്റി? അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ തോന്നി ഞങ്ങൾക്ക് തന്നെ പഠിച്ചാൽ മതി എന്ന് പല ആളുകൾക്കും തോന്നലുണ്ടായി. ഡയറക്റ്റ് ക്ലാസ്സിൽ, അതേപോലെ തന്നെ കൃത്യമായ ഓൺലൈൻ ക്ലാസ്സുകളിലും ഒക്കെ വന്നിരുന്ന ആളുകൾക്ക് അത് വളരെ കൃത്യമായി എഫക്റ്റീവായിട്ട് അത് കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് വളരെ കൃത്യമായി, വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ പറ്റും. കാരണം നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത് 100% ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നത്. 100%. കാരണം നമ്മൾ ക്ലാസ് എടുക്കുന്നത് പാർക്ക് ടെക്സ്റ്റ് ബുക്ക് വെച്ച് മാത്രമല്ല. പാർക്ക് ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ ബേസ്. പാർക്ക് ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ ബേസ്. നമ്മുടെ ആധികാരിക ഗ്രന്ഥം പാർക്ക് ടെക്സ്റ്റ് ബുക്കാണ്. പക്ഷേ ചോദ്യങ്ങൾ തരുന്നത് പാർക്ക് ടെക്സ്റ്റ് ബുക്കിനും ഉപരിയായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പം നിങ്ങൾക്ക് പാർക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും, അതിനുപരിയായിട്ടുള്ള പല ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും ഞാൻ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അൺലിമിറ്റഡ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ചോദ്യം തരുന്നത്. ഒരു ചാപ്റ്റർ ചോദ്യമോ 200 ചോദ്യമോ എന്നൊന്നും അല്ല എന്റെ ഒരു ഇത്. ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ചോദ്യം തരാമോ അത്രയും ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരും. ആ സെന്റൻസുകൾ ഉൾപ്പെടെ, പാർക്കിലെ സെന്റൻസുകൾ ഓരോന്നും എടുത്ത് പഠിപ്പിച്ച് തരികയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് എന്റെ കൂടെ വരാമെങ്കിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ ഇത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്, എന്റെ കൂടെ നടന്ന് നിങ്ങൾക്ക് വരാമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒരു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് 2025 ജോലിയിൽ കയറാൻ കഴിയും. 25-ലോ 26-ലോ ഉറപ്പായി ജോലിയിൽ കയറാൻ കഴിയും. അത് വളരെ കൃത്യമായ ഉറപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പം നോട്ടിഫിക്കേഷന്റെ കാര്യം ക്ലിയറായി, ക്വാളിഫിക്കേഷൻ ക്ലിയറായി. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പോകാനുള്ളത് എത്ര വേക്കൻസികൾ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും അറിയാനുള്ള ഏറ്റവും വലിയ ആകാംക്ഷയാണ്. അപ്പം കഴിഞ്ഞ തവണയും ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. കഴിഞ്ഞ തവണത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ എറണാകുളത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കരുത്, ഇല്ലേ? ഓർമ്മയുണ്ടായിരുന്നു ഞാൻ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ഹെൽത്ത് സർവീസിന്റെ ക്ലാസ്സിൽ ഉള്ള കുട്ടികൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും നിങ്ങൾ എറണാകുളം ജില്ലയിലേക്ക് ആപ്ലിക്കേഷൻ അയക്കരുത്. എറണാകുളം ജില്ലയിലേക്ക് ഞാൻ സെലക്റ്റഡ് ആയിട്ടു നമ്മുടെ ഡയറക്റ്റ് ക്ലാസ്സിലും ഈ പറഞ്ഞ കണക്ക് ഓൺലൈൻ ക്ലാസ്സിലും ഓഫ്ലൈൻ ക്ലാസ്സിലും ഒക്കെ ഉണ്ടായിരുന്ന കുട്ടികളോട് ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും എവിടേക്ക് ആപ്ലിക്കേഷൻ അയക്കരുത്. എറണാകുളത്തേക്ക് ഞാൻ സെലക്റ്റഡ് ആയിട്ടുള്ള കുറെ ഉദ്യോഗാർത്ഥികളെയാണ് ആപ്ലിക്കേഷൻ പറഞ്ഞിരുന്നത്. അവര് കൃത്യമായി, അവരില്
ഞാനൊരു 10-50 പേരിൽ പറഞ്ഞിരുന്നതില് എനിക്ക് തോന്നുന്നു ഒരു 30ഓളം പേര്, ഈ 10-20 പേര് റാങ്ക് ലിസ്റ്റിലെ വരികയുണ്ടായിട്ടില്ല. പക്ഷെ ഒരു 30ഓളം പേര് കൃത്യമായി നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ അതിൽ നിന്ന് വന്നു എന്നാണ് എനിക്ക് ഉറപ്പുള്ളത്. കാരണം അപ്പം ഈ വേക്കൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ്. അപ്പം ഈ അടുത്ത തവണയും ഇതേപോലെ തന്നെ കോമ്പറ്റീഷൻ. ഇപ്പൊ ഏകദേശം ഇപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ നിലവിലുള്ള, ഞാൻ പറയുന്നത് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? അപ്പം പറഞ്ഞു വന്ന വേക്കൻസിയെ കുറിച്ചിട്ടാണ്. അപ്പൊ വേക്കൻസി ഇപ്പം ഏകദേശം നമ്മുടെ റാങ്ക് ലിസ്റ്റ്, എല്ലാ ജില്ലയിലെയും റാങ്ക് ലിസ്റ്റ് തീർന്നത് 2022 നമ്മുടെ റാങ്ക് ലിസ്റ്റ്, ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം ഏതിനെ കുറിച്ചാണ്? മുനിസിപ്പൽ കോമൺ സർവീസ് എന്ന് നിങ്ങൾ പറയുന്ന ആ വകുപ്പിൽ വരുന്ന നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. അതിന്റെ റാങ്ക് ലിസ്റ്റ് 2022 എല്ലാ ജില്ലയിലും തീരുകയുണ്ടായി. 2022 എല്ലാ ജില്ലയിലും തീർന്നു. ഇത് ഇപ്പം 24 എത്തി. ഇപ്പം തന്നെ 2 വർഷം കഴിഞ്ഞു വിവിധ ജില്ലകളിൽ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചിട്ട്. ഏകദേശം ഇപ്പോൾ തന്നെ മിക്കവാറും ജില്ലകളില് എനിക്ക് തോന്നുന്നു ഒരു 180ഓളം ഒഴിവുകള് ഇപ്പോൾ തന്നെ PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വിവിധ ജില്ലകളിൽ നിന്ന് ഏകദേശം ഒരു 180ഓളം ഒഴിവുകളാണ് ഇപ്പോൾ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയിട്ടുള്ളത് എന്നാണ്. നിങ്ങൾക്ക് 2022 റാങ്ക് ലിസ്റ്റ് തീർന്നു. 24 ജൂലൈ 6-ാം തീയതിയായി നമ്മുടെ ഒരു വിജ്ഞാപനം ഈ വർഷം അവസാനം വരുന്നു. 25-ൽ പരീക്ഷ നടക്കുന്നു. ആ 25-ൽ പരീക്ഷ നടന്നു കഴിഞ്ഞാൽ 25 ഈ പറയുന്നത് പോലെ അവസാനത്തോടുകൂടി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു. ആ റാങ്ക് ലിസ്റ്റ് എത്ര വർഷം വരെ ഓടും? 3 വർഷം വരെ ഓടും. എത്ര നാള് അപ്പം കാലാവധി ഉണ്ടാകും? 2028 വരെ ആ റാങ്ക് ലിസ്റ്റിന് ഇപ്പോഴത്തെ രീതിക്ക് കാലാവധി. അപ്പം 2022-ൽ ഉണ്ടായ ഒഴിവ് തൊട്ട് 2028-ൽ ഉണ്ടാകുന്ന ഒഴിവ് വരെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും ആളിനെ എടുക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു വലിയ സംശയം, ഇത് സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണോ അതോ ഡിസ്ട്രിക്ട് വൈഡ് പരീക്ഷയാണോ എന്നുള്ളതാണ്. സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണോ ഡിസ്ട്രിക്ട്? ഇപ്പോഴത്തെ ഒരു അനുമാനത്തില് ഇതൊരു ഡിസ്ട്രിക്ട് വൈഡ് പരീക്ഷയായിട്ടായിരിക്കും വരാൻ സാധ്യത. ഡിസ്ട്രിക്ട് വൈഡ് പരീക്ഷയായിട്ടായിരിക്കും ഇത് വരാൻ സാധ്യത. കാരണം വിവിധ ജില്ലകളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഡിസ്ട്രിക്ട് വൈസ് ഒരു ജില്ലാതല നിയമനമായിട്ടായിരിക്കും ഈ പറയുന്ന പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ വിജ്ഞാപനം വരാൻ പോകുന്നത്. അപ്പം വിവിധ ജില്ലകളിൽ ഉണ്ടാകുന്ന ഇപ്പോൾ തന്നെ 180ഓളം ഒഴിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന 2028-നുള്ളിൽ ഏകദേശം ഒരു 500-ൽ താഴെ ഒരു 450-നും 500-നും ഇടയിൽ ഒഴിവുകളാണ് വിവിധ ജില്ലകളിലായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിവിധ ജില്ലകളില് ഒരു 450-നും 500-നും ഇടയിൽ ഒഴിവുകളാണ് നമ്മൾ വിവിധ ജില്ലകളിലായിട്ട് ഈ പറയുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തു പോയിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. കാരണം എറണാകുളം ജില്ലയിൽ ഏറ്റവും അധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു പോകാനുള്ള കാരണം എറണാകുളം ജില്ലയില് എറണാകുളം കോർപ്പറേഷൻ അല്ലെ, കൊച്ചിൻ കോർപ്പറേഷൻ. അപ്പൊ ഏറ്റവും കൂടുതൽ അടുത്ത വിജ്ഞാപനത്തിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരാൻ സാധ്യതയുള്ളത് കോർപ്പറേഷനുകൾ ഉള്ള ജില്ലകളിലായിരിക്കും. കോർപ്പറേഷനുകൾ ഉള്ള ജില്ലകളിലായിരിക്കും. അതായത് തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശ്ശൂര്, കോഴിക്കോട്, കണ്ണൂർ, ഈ കോർപ്പറേഷനുകളിലായിരിക്കും കൂടുതൽ ഒഴിവുകൾ ഉണ്ടാകാൻ സാധ്യത. മുനിസിപ്പാലിറ്റികളിലും നഗരസഭകളിലുമൊക്കെ ഈ പറയുന്ന കോർപ്പറേഷനെ കഴിയും കുറച്ച് കുറവ് തസ്തികകളായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് നിങ്ങൾ വളരെ കൃത്യതയോടുകൂടിയേ അടുത്ത ആപ്ലിക്കേഷൻ അയക്കാവൂ. ഒരു കാര്യം കൃത്യം,
വളരെ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ മാത്രമേ അടുത്ത തവണ എറണാകുളത്തേക്ക് അപ്ലിക്കേഷൻ അയക്കാവൂ. കാരണം എറണാകുളത്ത് ഒഴിവുകൾ ഇപ്പോൾ തന്നെ ധാരാളമുണ്ട്. അതുകൊണ്ട് എല്ലാവരും എറണാകുളത്ത് അയച്ചാൽ പഠിക്കാൻ മിടുക്കരല്ലാത്ത ആളുകൾ പുറമെ എന്താണ് റാങ്ക് ലിസ്റ്റിന്റെ ബാക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ എറണാകുളത്ത് അയച്ചാൽ നന്നായി പഠിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ എറണാകുളം പോലുള്ള ജില്ലകളിൽ അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ കട്ട് ഓഫ് മാർക്ക് കൂടുതലായിരിക്കും അടുത്ത തവണ. ഈ പറയുന്ന മുനിസിപ്പൽ കോമൺ സർവീസിന്റെ പരീക്ഷയിൽ എറണാകുളം പോലുള്ള ജില്ലയിൽ ഒഴിവ് ഇപ്പോൾ തന്നെ ധാരാളമുണ്ട്. അതുകൊണ്ട് എറണാകുളം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് കൂടുതൽ. ഓക്കെ, അപ്പം വേക്കൻസിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇപ്പോൾ നിലവിൽ 180 വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഒരു 200 അധികം 200-ന് മുകളിൽ ഒഴിവുകൾ ഇനി വരാൻ സാധ്യതയുണ്ട്. ഏകദേശം ഒരു 450 മുതൽ 500ഓളം ഒഴിവുകളാണ് ഈ പറയുന്ന 2022 മുതൽ 28 കാലഘട്ടത്തിനിടയിൽ ഈ പറയുന്ന പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികയിൽ ഉണ്ടാകാൻ പോകുന്നത്. ബാക്കി ഏതൊക്കെ ജില്ലകളിലേക്ക് ആപ്ലിക്കേഷൻ അയക്കണം എന്നതിനെ കുറിച്ചും എല്ലാം തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങി വിജ്ഞാപനം വരുമ്പോൾ നിങ്ങളെ കൊണ്ട് അയപ്പിച്ചാൽ പോരെ. അല്ലാതെ ഇപ്പോഴേ തന്നെ ഞാനത് പബ്ലിഷ് ചെയ്യണം, ഇപ്പോഴേ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യണോ? വേണോ? അത് വേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ക്ലാസ് വരുമ്പോഴത്തേക്ക് ക്ലാസ്സിൽ ഞാനത് ഒരു പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മെന്റർ ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. ഓരോരുത്തർക്കും പറഞ്ഞു തരാം. ഏറ്റവും പ്രധാനം വലിയ ജില്ലകളിൽ, എറണാകുളം പോലുള്ള ജില്ലകളിൽ ആപ്ലിക്കേഷൻ അയക്കരുത്. ഒഴിവുകൾ ഏകദേശം ഒരു 500-ൽ താഴെ ഒഴിവുകൾ പരീക്ഷയ്ക്കുണ്ട്. ഓക്കെ, ക്ലിയർ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ഇനി അടുത്ത നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് സിലബസിനെ കുറിച്ചാണ് നമ്മുടെ എല്ലാവരുടെയും വീണ്ടുമുള്ള ഒരു സംശയം. ഇതാണ് നമ്മുടെ സിലബസ്. നിലവിൽ നമ്മുടെ സിലബസിൽ യാതൊരു വിധമായ മാറ്റങ്ങളും, ഈ പറയുന്ന സിലബസ് 2020-ലാണ് പബ്ലിഷ് ചെയ്തത്. 2020-ൽ പബ്ലിഷ് ചെയ്ത അതേ സിലബസ് തന്നെയാണ് ഹെൽത്ത് സർവീസിലും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലും തുടർന്ന് വന്ന ഹെൽത്ത് സർവീസിന്റെ പരീക്ഷയിലും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അതേ സെയിം സിലബസ് തന്നെയാണ് ഇനി വരാൻ പോകുന്ന പരീക്ഷയിലും ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ ഈ സിലബസിനെ കുറിച്ച് പ്രത്യേകിച്ച് യാതൊരു വിധമായ പരാതികളും ഒന്നും തന്നെ PSC-യിൽ ലഭിച്ചിട്ടില്ല. ഈ സിലബസ് മാറ്റണം, സിലബസ് പരിഷ്കരിക്കണം എന്നൊന്നും പറഞ്ഞ് ആരും ഇതുവരെയും പരാതിപ്പെടാത്തതിനാല് ഈ സിലബസ് തന്നെയായിരിക്കും, ഈ കാണുന്ന സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് തുടർന്ന് ഉണ്ടാകുന്നത്. നമ്മുടെ ഹെൽത്ത് സർവീസിന്റെ കഴിഞ്ഞ പരീക്ഷയിൽ പഠിച്ച അനാട്ടമിയും ഫിസിയോളജിയും പോലെയുള്ള അനാട്ടമിയും ഫിസിയോളജിയും ഒക്കെ നമുക്ക് അടുത്ത പരീക്ഷയിലും ഉണ്ടാകും. അനാട്ടമിയും ഫിസിയോളജി പോലെയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത പരീക്ഷയിൽ കൃത്യമായിട്ട് ഉണ്ടാകും. കഴിഞ്ഞ തവണ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ വളരെ കൃത്യമായി ആ സാറ് പഠിപ്പിച്ച ഏകദേശം ഒരു 10 ചോദ്യങ്ങളാണ് ചോദിച്ചത്. 5ഓളം ചോദ്യങ്ങൾ ആ സാറ് പഠിപ്പിച്ച് അതേപോലെ തന്നെ ചോദിച്ചിരുന്നു എന്നാണ് ആ സാറ് എന്നോട് പറഞ്ഞത്. 10 ചോദ്യങ്ങളിൽ 5ഓളം ചോദ്യങ്ങൾ അനാട്ടമിയിൽ നിന്ന് അതേപോലെ തന്നെ ചോദിച്ചിരുന്നു എന്ന്.
ഇത്തവണയും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അനാറ്റമിക്കും ഫിസിയോളജിക്കും കുറച്ചുകൂടി ഊന്നൽ കൊടുത്തുകൊണ്ടായിരിക്കും ഇത്തവണത്തെയും ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സിലബസ് വളരെ ക്ലിയർ ആണ്, സിലബസ് വളരെ ക്ലിയർ. അപ്പൊ അതില് കുറെ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ടായിരുന്നു, സർ മൈക്രോബയോളജി കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ മൈക്രോബയോളജി പഠിക്കണ്ട എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടായിരുന്നു? ഓർക്കുന്നുണ്ടായിരുന്നു? മൈക്രോബയോളജിയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകത്തില്ല, മൈക്രോബയോളജി നിങ്ങൾ നോക്കണ്ട, സമയം കളയ. മൈക്രോബയോളജി എന്ന് പറഞ്ഞ ഒരു വലിയ ടോപ്പിക്കാണ്, ഒരു വലിയ ടോപ്പിക്. അതിന്റെ ബേസിക് മൈക്രോബയോളജി എല്ലാം നമ്മൾ ഡിസീസിലൊക്കെ പഠിക്കുന്നുണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതിന്റെ പിറകെ അന്ന് പോയിരുന്നായിരുന്നെങ്കിൽ നിങ്ങൾ എത്ര സമയം കളഞ്ഞേനെ. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വിളിച്ചു, സാറേ കോഴിക്കോട് നിന്നാണ് വിളിച്ചത്. കോഴിക്കോട് നിന്ന് വിളിച്ചിട്ട് ആ കുട്ടി പറഞ്ഞത് ഇതാണ്, കോഴിക്കോട് ചില ടോപ്പിക്സുകൾ ഒന്നും തന്നെ തീർന്നില്ലായിരുന്നു എന്നാണല്ലോ പരാതി. അവസാനം ചോദിച്ചപ്പോ ഏത് ടോപ്പിക്കാ തീരാതെന്ന് ചോദിച്ചപ്പം മൈക്രോബയോളജി എടുത്തില്ല. അതെ, മൈക്രോബയോളജി നമ്മൾ കഴിഞ്ഞ സെഷനിൽ എങ്ങും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, മൈക്രോബയോളജി വരികയില്ല എന്ന് 100% നമ്മൾ ഉറപ്പോടുകൂടി ഉദ്യോഗാർത്ഥികൾക്ക് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞത്. എന്ന് പറഞ്ഞ് ഇത്തവണ വരുമോ വരത്തില്ല എന്നൊന്നും നമുക്ക് പറയത്തില്ല. അത് ക്ലാസ്സുകളൊക്കെ എടുത്തു വരുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായി. ഓക്കെ ഓക്കെ അപ്പം ഈ പറയുന്ന 10 ടോപ്പിക്കുകളാണ് നമ്മുടെ പരീക്ഷയിൽ ചോദിക്കുന്നത്. ഈ ടോപ്പിക്കുകളിൽ അനാറ്റമിയും ഫിസിയോളജിയും ഒഴിച്ച് ബാക്കി ഒരു ബഹുഭൂരിപക്ഷം ടോപ്പിക്കുകളും നമ്മുടെ പാർക്കിന്റെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അനാറ്റമിയും ഫിസിയോളജിയും ഫാർമക്കോളജിയും ഒഴിച്ച്, ഫാർമക്കോളജിയും ഫസ്റ്റ് എയ്ഡും നമ്മുടെ പാർക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, കുറച്ച് ഫസ്റ്റ് എയ്ഡ്. അനാറ്റമിയും ഫിസിയോളജിയും ബേസിക് ഫാർമക്കോളജിയും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നമ്മുടെ പാർക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പം പുതിയ ഉദ്യോഗാർത്ഥികളുടെ അറിവിലേക്കായിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്ന രീതി നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പഴയ ആളുകൾക്ക് നമ്മുടെ പാർക്ക് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഇതേപോലെ സ്ക്രീനിൽ കാണിക്കും, ഇതേപോലെ സ്ക്രീനിൽ കാണിച്ചിട്ട് ആ സ്ക്രീനിൽ ഓരോ സെന്റൻസുകളും പറഞ്ഞ് മലയാളത്തിലും ഇംഗ്ലീഷിലും അർത്ഥം പറഞ്ഞ് അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഓരോന്നും താഴേക്ക് പോകുന്നത്. സെന്റൻസ് വൈസ് ആയിട്ടാണ് പരീക്ഷയ്ക്ക് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്താൽ ന്യൂട്രീഷനിലെ 1ാമത്തെ പേജ് പാർക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഈ പറയുന്ന സ്ക്രീനിൽ നിങ്ങളെ കാണിച്ചിരിക്കും. ആ സ്ക്രീനിൽ നിന്ന് ഓരോ സെന്റൻസുകളും ഇഴകീറി പരിശോധിച്ച് ഓരോ ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കിയാണ് താഴേക്ക് നമ്മൾ പോകുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഏത് സെന്റൻസിൽ നിന്ന് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയും. കഴിഞ്ഞ പരീക്ഷയിൽ നമുക്ക് എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ പരീക്ഷയില് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ പരീക്ഷ എഴുതിയപ്പോൾ കഴിഞ്ഞ പരീക്ഷ PSC പരീക്ഷകൾ എപ്പോഴും ഈ 2 രീതിയിലാണ്. പരീക്ഷ ഒന്നുകിൽ വളരെയധികം പ്രയാസമായിരിക്കും. 2022 നടന്ന പരീക്ഷ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ പോലും നമുക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു, അല്ലെ? കറക്റ്റ് അല്ലേ? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി അതിന്റെ വീണ്ടും സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻസറിലേക്ക് വരുമ്പോൾ നമുക്ക് ആൻസർ തന്നെ വായിച്ച് ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് തന്നെ വായിച്ചെടുക്കാൻ വളരെ പ്രയാസം. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും, ക്വസ്റ്റ്യനുകളൊക്കെ അങ്ങ് ഒഴിവാക്കും പൂർണ്ണമായും പരീക്ഷ. പക്ഷേ മിക്കവാറും PSC പരീക്ഷകളെല്ലാം വളരെ എളുപ്പമാണ്. കഴിഞ്ഞ തവണ പരീക്ഷ നടന്നത് അതേപോലെയാണ്. ക്വസ്റ്റ്യനുകളെല്ലാം വായിച്ചു നോക്കുമ്പം ഈ ക്വസ്റ്റ്യനുകളെല്ലാം നമ്മൾ എവിടെങ്കിലും ഒക്കെ വായിച്ചതും അല്ലെങ്കിൽ നമ്മൾ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമായ പരീക്ഷകളായി, അല്ലെ? കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമായ പരീക്ഷകളായി. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കും, അല്ലെ? ശരിയല്ലേ? നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മൾ ആൻസർ ചെയ്യുമ്പം ചിലപ്പം A അല്ലെങ്കിൽ B ആയിരിക്കും നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ആൻസർ ചെയ്യും. ആൻസർ നമ്മളെ കൊണ്ട് നമ്മുടെ മനസ്സിനോട് പറഞ്ഞ് ഇവൻ ആൻസർ ചെയ്യിപ്പിക്കും. ആൻസർ ചെയ്യിപ്പിച്ചിട്ടാണ് ഇവൻ നമ്മളെ തെറ്റിക്കുന്നത്, നെഗറ്റീവ് മാർക്കിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ നമ്മുടെ എയിംസിന്റെ ഏറ്റവും വലിയ കോച്ചിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ കൊണ്ട് എങ്ങനെ നെഗറ്റീവ് മാർക്കുകളുടെ എണ്ണം കുറപ്പിക്കാം. അല്ലാതെ സിലബസ് പൂർണ്ണമായിട്ടും വിശകലനം ചെയ്ത് പഠിപ്പിക്കുക എന്നതല്ല. സിലബസ് പഠിപ്പിക്കും, നന്നായിട്ട് പഠിപ്പിക്കും.
പഠിപ്പിക്കുന്നതിനോടൊപ്പം എങ്ങനെ നമുക്ക് ഈ 1.5 മണിക്കൂർ പരീക്ഷ നന്നായി എഴുതാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, അല്ലെ? നമ്മുടെ ക്ലാസ്സിൽ മുൻപുണ്ടായിരുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് അറിയാം. ഞാൻ എല്ലാ ദിവസവും നെഗറ്റീവ് മാർക്കിന്റെ അപകടത്തെ കുറിച്ച് നിങ്ങളോട് പറയും. പരീക്ഷ ഹാളിൽ ചെന്നിരിക്കേണ്ട ഓർക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയും, അല്ലെ? അപ്പൊ നമ്മൾ ഈ 10 സിലബസുകളും ഭംഗിയായി പഠിക്കുന്നതിലല്ല കുട്ടികളെ കാര്യം ഇരിക്കുന്നത്. ഈ 10 സിലബസുകളും നന്നായി പഠിച്ച് അത് എങ്ങനെ നമുക്ക് പരീക്ഷാ ഹാളിൽ ആ 1.5 മണിക്കൂർ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യാൻ കഴിയും എന്നതിലാണ്. ഓക്കെ, ക്ലിയർ? അതിനെ കുറിച്ചുള്ള അത്തരം ഒരു കോച്ചിങ് ആണ് എയിംസ് അക്കാഡമി നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണോ? അല്ലാതെ ഈ 10 സിലബസും ഈ ചുമ്മാതെ തകർത്ത് വാരി പഠിപ്പിച്ച് തരിക എന്നത്, അതിൽ നിന്ന് കുറെ ക്വസ്റ്റ്യനുകൾ എത്തിച്ചു തരിക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. ആ 10 സിലബസിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന്റെ ടൈമിലുള്ള ആ 1.5 മണിക്കൂർ സമയം നിങ്ങൾക്ക് എങ്ങനെ പരമാവധി നെഗറ്റീവ് മാർക്കുകൾ കുറച്ചുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ച മാർക്കുകൾ പിടിച്ചു നിർത്താൻ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള മെന്ററിംഗ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? സിലബസ് ക്ലിയർ? എങ്ങനെ പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞതിന്റെ ഒരു ചെറിയ ഞാൻ ഔട്ട്ലൈൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് ക്ലിയർ? ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മുടെ ക്ലാസ്സുകൾ ഈ വരുന്ന ദിവസം തന്നെ, അടുത്ത ദിവസം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ക്ലാസ്സുകൾ. നമ്മുടെ ക്ലാസ്സുകൾ പഴയ നമ്മുടെ ക്ലാസ്സുകൾക്ക് 3 രീതിയിലാണ് നമ്മൾ ഫീസ് സ്ട്രക്ചർ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഒരു കുട്ടി അഡ്മിഷൻ എടുക്കുന്ന ആദ്യ കുട്ടിക്ക് 8,000 ആണ് ഫീസ്. 8,000 രൂപയാണ് നമ്മുടെ ഫീസ്. നമ്മുടെ ക്ലാസ്സിൽ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുന്ന കുട്ടിക്ക് 8,000 രൂപയാണ് ഫീസ്. നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത, എന്നാണോ പരീക്ഷ വരുന്നത് അന്ന് വരെ നമുക്ക് ക്ലാസ് ഉണ്ടാകും. പരീക്ഷ എന്ന് വരുന്നു അതിന്റെ തലേ ദിവസം വരെയും നമുക്ക് ക്ലാസ് ഉണ്ടാകും. അന്ന് വരെ നമുക്ക് ഒറ്റ ഫീസേ ഉള്ളൂ. 8,000 ആണ് നമ്മുടെ ടോട്ടൽ ഫീസ്. വേറെ ഒരു പൈസയും നിങ്ങൾ പിന്നീട് തരേണ്ടതായിട്ട് ഇല്ല. ഈ 8,000 റുപ്പീസിനകത്ത് നിങ്ങൾ ആദ്യം നമ്മുടെ ഫോണിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഉണ്ട്, ആ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക, അവിടെ പറയുന്നത് പോലെ ഫീസ് അടയ്ക്കുക. ആദ്യ ഇൻസ്റ്റാൾമെന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്യും. ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, 8,000 രൂപയാണ് പുതിയ കുട്ടികൾക്കുള്ള ഫീസ്. പഴയ കുട്ടികൾക്ക് നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലും തവണ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് എന്നെങ്കിലും 2020 അഡ്മിഷൻ എടുത്തവരാകാം, 2021 അഡ്മിഷൻ എടുത്താവാം, 2022 അഡ്മിഷൻ എടുത്തവർക്കും ഒറ്റ ഫീസേ ഉള്ളൂ. പഴയ കുട്ടികൾക്ക് 6,000 രൂപയാണ് ഫീസ്. 6,000 രൂപ. ഈ 6,000 രൂപ എന്ന് പറഞ്ഞാൽ എന്ന് പരീക്ഷ വരുന്നു അന്ന് വരെ നമുക്ക് ക്ലാസ് ഉണ്ടാവും. നമ്മുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ക്ലാസ് തുടങ്ങിയാൽ നമ്മൾ ആ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യത്തില്ല. ആ ക്ലാസ് പിന്നീട് നമ്മൾ കഴിഞ്ഞ പരീക്ഷ തന്നെ നിങ്ങൾക്കറിയാം. 6,000 രൂപ മാത്രമേ ഫീസ് ഉള്ളൂ. ഫോണിലല്ലാതെ കമ്പ്യൂട്ടറിലും ഒക്കെ ക്ലാസ്സുകൾ കിട്ടും. നമ്മുടെ ആപ്പ് എല്ലായിടത്തും വർക്ക് ആവും. അതിനെ കുറിച്ചിട്ടെല്ലാം തന്നെ നമ്മുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. എല്ലായിടത്തും ഫോണിലും കമ്പ്യൂട്ടറിലും എല്ലാം ലാപ്ടോപ്പിലും എല്ലാം തന്നെ ക്ലാസ് അവൈലബിൾ ആണ്. അപ്പം പഴയ കുട്ടികൾക്ക് 6,000 ആണ്. പിന്നെ മറ്റൊരു പ്രത്യേകത, കഴിഞ്ഞ തവണ നമ്മുടെ ക്ലാസ്സിന് വന്നിട്ട് ഈ ഹെൽത്ത് സർവീസിന്റെ പരീക്ഷ എഴുതാതെ കുറെ 1 ഇയർ കോഴ്സ് കഴിഞ്ഞ കുട്ടികളുണ്ട്. 1 ഇയർ കോഴ്സ് കഴിഞ്ഞ കുറെ കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ കഴിഞ്ഞ തവണ അഡ്മിഷൻ എടുത്തു. അവർക്ക് ബാലൻസ് ഫീസ് മാത്രം അടച്ചാൽ, അവരാരൊക്കെയുണ്ട് എന്ന് നമുക്ക് ഡേറ്റാസ് ഉണ്ട്. അവർക്ക് ബാലൻസ് ഫീസ് മാത്രം അടച്ചാൽ. ഓക്കെ, അപ്പൊ നമ്മുടെ ടോട്ടൽ ഫീസ് 8,000 ആണ്. ഇപ്പൊ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്ക്, നമ്മുടെ പഴയ കുട്ടികൾക്ക് എല്ലാവർക്കും, അത് എന്നെങ്കിലും നമ്മുടെ അഡ്മിഷൻ എടുത്തവർക്ക് വെറും 6,000 രൂപയെ ഫീസ് ഉള്ളൂ. കഴിഞ്ഞ പരീക്ഷ ഹെൽത്ത് സർവീസിന്റെ പരീക്ഷ എഴുതാതെ ഉള്ള
1 ഇയർ കുട്ടികൾക്ക് അല്ലെങ്കിൽ നോൺ സയൻസ് കുട്ടികൾക്ക് അവര് ഇനി ബാലൻസ് എത്രയാണോ ഫീസ് അടയ്ക്കാനുള്ളത് അത് മാത്രം മനസ്സിലാക്കുക. നമ്മുടെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. എന്ന് നമുക്ക് പരീക്ഷ വരുന്നു അന്ന് വരെയും നമുക്ക് ക്ലാസ് ഉണ്ടാകും. ഈ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾ അടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് കൊറിയർ ആയിട്ട് നമ്മുടെ റാങ്ക് ഫയൽ അയച്ചു തരുന്നതായിരിക്കും. അല്ലാതെ റാങ്ക് ഫയൽ നമ്മളത് വിപണനം നടത്തുന്നില്ല. നമ്മുടെ ക്ലാസ്സിൽ വന്ന കുട്ടികൾക്ക് മാത്രമേ നമ്മൾ അത് വിപണനം നടത്തുന്നുള്ളൂ. അല്ലാതെ അത് നമ്മൾ കച്ചവടം നടത്തുന്നില്ല. കടകളിലും മറ്റും ഒന്നും തന്നെ വിൽക്കാനൊന്നും വെച്ചിട്ടില്ല. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിനെ കുറിച്ചും ബാക്കി ഡീറ്റെയിൽസുകളെല്ലാം തന്നെ നമ്മുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ആദ്യം 4000 രൂപയാണ് അടയ്ക്കേണ്ടത്. 4000 രൂപ അടച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 4000 രൂപ അഥവാ അടയ്ക്കാനില്ലാത്തവര് ഒരു 2000 രൂപ അടയ്ക്കുക, ബാക്കി പൈസ അടുത്ത ദിവസങ്ങളിലായിട്ട് അടയ്ക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ട് നമ്മൾ ഫീസ് കൂടുതലായിട്ട് ഓറിയന്റ് ചെയ്തല്ല ക്ലാസ്സുകൾ എടുക്കുന്നത്. നമുക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു ആഗ്രഹത്തിന്റെ ഒരു ഇതിലാണ് ക്ലാസ്സുകൾ കൂടുതലായിട്ട് പോകുന്നത്. ഓൺലൈൻ ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൂടി തുടങ്ങും. ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് മാത്രമേ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അതാത് സെന്ററുകളിൽ തുടങ്ങുകയുള്ളൂ. തിരുവനന്തപുരത്തും കൊല്ലത്തും അതോടൊപ്പം തന്നെ ഇടുക്കിയിലും തൃശ്ശൂരും കോഴിക്കോടുമായിരിക്കും ഇത്തവണ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാകുന്നത്. ഈ സെന്ററുകളിലെല്ലാം ഓഫ്ലൈൻ ക്ലാസ്സുകൾ നേരിട്ടുള്ള പഠനം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമാണ്. അഥവാ ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടരുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് മാറാവുന്നതുമാണ്. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത, ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഓൺലൈൻ്റെ ലൈവ് ക്ലാസ് ഫ്രീ ആയിരിക്കും. ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഓൺലൈൻ ലൈവ് ക്ലാസ് ഫ്രീ ആയിരിക്കും. ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈനുമായിട്ടും നമുക്ക് ഹൈബ്രിഡ് കോഴ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അതും ഒക്കെ ചെറിയ മിനിമൽ ഫീസ് മാത്രമേ നമ്മൾ ഈടാക്കുന്നുള്ളൂ. എല്ലാ ക്ലാസ്സും നമുക്ക് പരീക്ഷ വരെ തന്നെ. അതുകൊണ്ട് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും എന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സുകളായി. നമുക്ക് ഈ ലൈവ് സെഷൻസിന്റെ എല്ലാം തന്നെ റെക്കോർഡഡ് വെർഷൻ ഉണ്ടാകും. റെക്കോർഡഡ് വെർഷൻ അപ്പോൾ തന്നെ എയിംസ് അക്കാഡമിക്ക് ആപ്പ് ഉണ്ട്, ആപ്പിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ആപ്പിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന റെക്കോർഡഡ് ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കയറി കാണാം. എത്ര തവണ, പരീക്ഷയുടെ തലേ ദിവസം വരെ, പരീക്ഷ കഴിഞ്ഞ് വരെ ഒരു 1-2 ദിവസം കൂടെ അവൈലബിൾ ആയിരിക്കും. അത്രയും ദിവസം എത്ര തവണ വേണമെങ്കിലും നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് കയറി കാണാം. ഓൺലൈൻ ക്ലാസ്സിന്റെ ഫീസ് 8000 രൂപ. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് 8000 രൂപയും പഴയ കുട്ടികൾക്ക് 6000 രൂപയും കഴിഞ്ഞ പരീക്ഷ എഴുതാതെയുള്ള കുട്ടികൾക്ക് ബാലൻസ് ഫീസുമാണ് അടയ്ക്കേണ്ടത്. ഓക്കെ, നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്നും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞിരുന്നു. നോട്ടിഫിക്കേഷൻ വരുന്ന മാസങ്ങളിൽ തന്നെ ഉണ്ടാകും. ആ വരുന്ന മാസങ്ങളിൽ തന്നെ ഉണ്ടായാലുള്ള കുഴപ്പം ഇതാണ്, ഈ നവംബറിലോ ഡിസംബറിലോ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ അടുത്ത മാസം ജാനുവരി മാസം 1-ാം തീയതി PSC കലണ്ടർ പബ്ലിഷ് ചെയ്യും. കലണ്ടർ പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എക്സാം ഡേറ്റ് ഉറപ്പായി അതിൽ ഉണ്ടാകും. അത് ഒരിക്കലും ഒരു ജൂണിലേക്കോ വരെ ഒന്നും പോവുകയില്ല. ഒരു ചെറിയ പരീക്ഷ, പരമാവധി ഒരു 5000-5500 പേര് എഴുതുന്ന ഒരു പരീക്ഷയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ PSC ആ പരീക്ഷ നടപ്പിലാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇപ്പോൾ തുടങ്ങിയത് ആഴ്ചയിൽ 2 ദിവസമായിരിക്കും. ഇപ്പോൾ തുടക്കത്തിൽ ആഴ്ചയിൽ 2 ദിവസമായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാകുന്നത്. ആഴ്ചയിൽ 2 ദിവസം ഉള്ളത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് നമ്മൾ ക്ലാസ്സുകളുടെ എണ്ണം ഉറപ്പായിട്ട് കൂട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പഴയ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, ക്ലാസ്സുകളുടെ എണ്ണം നമ്മൾ കൂട്ടും. മിക്കവാറും എല്ലാ ദിവസവും തന്നെ ക്ലാസ്സുകൾ ഉണ്ടാകും. മിക്കവാറും എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാകും. ഇപ്പൊ തുടക്കത്തിൽ നമ്മൾ ആഴ്ചയിൽ 2 ദിവസമായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാകുന്നത്.
ആലപ്പുഴയിൽ നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങാം. ആലപ്പുഴയിൽ കുട്ടികൾ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ട് ക്ലാസ്സുകൾ തുടങ്ങാം. ഏത് ജില്ലയിലും ക്ലാസ്സുകൾ തുടങ്ങാം. ആലപ്പുഴയിൽ നമുക്ക് കുട്ടികളുടെ എണ്ണം ഒരു 50ഓ 60ഓ ഒക്കെ കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ആലപ്പുഴയിൽ ക്ലാസ്സുകൾ തുടങ്ങിയിരിക്കും. കൊല്ലത്തും നമ്മൾ അതേപോലെ തന്നെ കൊല്ലവും ഉടനെ തന്നെ ക്ലാസ്സുകൾ തുടങ്ങും. പിന്നെ നമ്മുടെ ഒറ്റ പ്രത്യേകതയുള്ള കുട്ടികളെ നമ്മൾ ക്ലാസ് എടുക്കുന്നത് 100% ജെനുവിൻ ആയിട്ട് തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ജെനുവിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്ക് ടെക്സ്റ്റ് ബുക്കിന് ഒരൊറ്റ വരി പോലും നിങ്ങൾക്ക് കളയാതെ, അതിന്റെ അന്തസത്ത ചോരാതെ നിങ്ങൾക്ക് പറയാം. പക്ഷെ നിങ്ങൾ ഒറ്റ കാര്യം എനിക്ക് ചെയ്തു തന്നാൽ മതി, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ ആവേശത്തോടു കൂടി പരീക്ഷയുടെ അവസാനത്തെ ദിവസം വരെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായാൽ നിങ്ങൾക്ക് ഉറപ്പാണ് ജോലി കിട്ടുമെന്നുള്ളത്. പക്ഷെ ഇന്നിപ്പോ ഒരു ഓറിയന്റേഷൻ ക്ലാസ് വെച്ചു, ആ ഒരു ഇതിൽ ഓടി വന്ന് ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് നോക്കിയിട്ട് പോകാതെ പരീക്ഷയുടെ അവസാന ദിവസം വരെ നിങ്ങൾ കൂടെ വാ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 4 വർഷത്തിനിടയിൽ 4ാമത്തെ തവണയാണ് ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. 4 വർഷത്തിനിടയിൽ 4ാമത്തെ തവണ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന വേറെ ഒരൊറ്റ തസ്തികയും ഇന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിൽ ഇല്ല. ഈ 4 വർഷത്തിനിടയിൽ, അല്ലെ? വളരെ ക്ലിയർ അല്ലേ? അപ്പം ഓരോ പരീക്ഷയില് വളരെ മികച്ച ഉദ്യോഗാർത്ഥികളാ കയറി പോകുന്നത്. ഓക്കെ. ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് അവിടേക്ക് മാറാൻ പറ്റും. അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. അതൊക്കെ നമ്മൾ ഫോൺ നമ്പറിലും മറ്റും എല്ലാം തന്നെ ബന്ധപ്പെട്ടാൽ മതി. നമുക്ക് ഇപ്പോൾ തുടക്കത്തിൽ ആഴ്ചയിൽ 2 ദിവസമായിരിക്കും നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാകുന്നത്. 2 ദിവസം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമാണ് എല്ലാ സിലബസും പൂർണ്ണമായിട്ടും പഠിപ്പിച്ചു തീർന്ന അക്കാഡമി എന്ന് പറയുന്നത്. അത് ഓഫ്ലൈനിലായാലും ഓൺലൈനിലായാലും നമ്മൾ മാത്രമേ ആണ് പൂർണ്ണമായിട്ടും സിലബസുകൾ മൊത്തം പഠിപ്പിച്ചു തീർന്ന് വളരെ ഭംഗിയായിട്ട് ടെസ്റ്റ് പേപ്പർ ഇട്ടത്, അല്ലെ? ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ അവർ എത്ര തവണ പരീക്ഷ വേണം എന്ന് പറയുന്ന അതേപോലെ തന്നെ ഞാൻ ടെസ്റ്റ് പേപ്പർ ഇട്ട് കൊടുത്തു, അല്ലെ? ടെസ്റ്റ് പേപ്പർ ഇട്ട് കൊടുത്തത് നമ്മൾ മാത്രമാണ്. നമ്മൾ പൂർണ്ണമായിട്ടും സിലബസ് പൂർണ്ണമായിട്ടും തീർത്തിരുന്നു. അപ്പം ഇത്തവണയും അങ്ങനെ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. നിങ്ങളെ കൂടെയാണ് എയിംസ് അക്കാഡമി ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത് 100% ആത്മാർത്ഥമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, 100% ആത്മാർത്ഥം. അപ്പം നമുക്ക് അടുത്ത ദിവസം തന്നെ നമ്മുടെ സബ്ജക്റ്റുകളിലേക്ക് പോകാം. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഇതിൽ വന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പൊ നിലവിൽ എറണാകുളത്ത് വന്നിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റിൽ ഇന്റർവ്യൂ കാണാനുള്ള സാധ്യത കുറവാണ്. ഹെൽത്ത് സർവീസിൽ ഇപ്പൊ ഇന്റർവ്യൂ ഇല്ല. റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഇട്ടിരിക്കും. ആ ഷോർട്ട് ലിസ്റ്റ് വെച്ചിട്ട് പ്രോബബിലിറ്റി വെച്ചിട്ട് ഇന്റർവ്യൂ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പം ഇന്ന് നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു. ഇന്ന് വന്ന് പുതിയ കുട്ടികൾക്കെല്ലാം. അപ്പൊ അടുത്ത ദിവസം തൊട്ട് നമ്മൾ ക്ലാസ് ആരംഭിക്കും. നമുക്ക് ഏത് ക്ലാസ് എടുത്തു തുടങ്ങണം? ഏത് ക്ലാസ് ആണ് എടുത്തു തുടങ്ങേണ്ടത്? നിങ്ങൾ പറയുന്ന കണക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിന്റെ ഡേറ്റ് ഞാൻ അടുത്ത ദിവസം ഗ്രൂപ്പിൽ ഞാൻ ഇടാം. അടുത്ത ദിവസത്തെ ക്ലാസ്സുകളും എല്ലാം ഒരാഴ്ചത്തെ ക്ലാസ് നമ്മൾ എല്ലാവർക്കും സൗജന്യമാണ്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സൗജന്യമാണ് ഒരാഴ്ചത്തെ ക്ലാസ്. അത് നമ്മൾ എന്നും ക്ലാസ് തുടങ്ങുമ്പോൾ അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ ഒരു 5-6 ക്ലാസ്സുകൾ എല്ലാ ആളുകൾക്കും സൗജന്യമാണ്. നമ്മൾ എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുക്കും. നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ജോയിൻ ചെയ്താൽ മതി. ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം. അതേ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ അവസാനം വരെയുള്ള ക്ലാസ്സുകൾ പോകുന്നത്. ഇപ്പൊ പാർക്കിന്റെ 27ാമത്തെ എഡിഷൻ ആണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. പുതിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പാർക്കിന്റെ 27ാമത്തെ എഡിഷൻ വാങ്ങിക്കുക. നമുക്ക് എപ്പിഡമിയോളജി തുടങ്ങണമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ആണെങ്കിൽ നമുക്ക് എപ്പിഡമിയോളജി തുടങ്ങാം. എപ്പിഡമിയോളജി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റുകയുള്ളൂ? കമ്മ്യൂണിക്കബിൾ ഡിസീസ് പഠിക്കാൻ പറ്റൂ,
അല്ലെ? രോഗങ്ങളുടെ എപ്പിഡമിയോളജിയെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പഠിക്കാൻ പറ്റൂ. അല്ലാതെ ആദ്യമേ തന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പഠിച്ചാൽ അതിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ഒന്നും തന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമുക്ക് നിങ്ങൾ എല്ലാവരും എപ്പിഡമിയോളജിയാണ് തുടങ്ങണമെന്ന് പറയുന്നതെങ്കിൽ നമുക്ക് എപ്പിഡമിയോളജി തുടങ്ങാം. 26ാമത്തെ എഡിഷൻ ആണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ അത് മാറ്റണ്ട. 27 വാങ്ങിക്കേണ്ട കാര്യമില്ല. ചെറിയ മാറ്റമല്ലേ ഉള്ളൂ. ഒരുപാട് പൈസ കൊടുത്ത് പുതിയതൊന്നും തന്നെ വാങ്ങിക്കണ്ട. കാരണം നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കത് ഫലപ്രദമായി തന്നെ ഇരിക്കും. ഓക്കെ. അപ്പം അടുത്ത ക്ലാസ് എന്നാണ് എന്നുള്ള വിവരം നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ അറിയിക്കാം. ഈ അടുത്ത വരുന്ന ഒരു 3-4 ക്ലാസ്സുകൾ എല്ലാവർക്കും സൗജന്യമാണ്. ക്ലാസ്സിന്റെ സമയം എപ്പോഴും രാത്രി ഇതേ സമയം തന്നെ ആയിരിക്കും. വൈകുന്നേരം 9 മണി മുതൽ 10-10:30 വരെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സിന്റെ സമയം. ലൈവ് ക്ലാസ്സിന്റെ സമയം അപ്പോഴാണ്. ഓക്കെ. ക്ലാസ്സിന്റെ ലിങ്ക് ആ സമയത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു തരും. വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു തരും. നമ്മുടെ ഗ്രൂപ്പിന്റെ നമ്പർ 7510447075 എന്നാണ് നമ്മുടെ എയിംസ് അക്കാഡമിയുടെ നമ്പർ. 7510447075 എന്നാണ്. നമുക്ക് ഗൈഡിന്റെ 2ാം വോള്യത്തെ പറ്റി ഞാൻ ഒരു ചെറിയ പ്രിപ്പറേഷനിലാണ്. നമ്മുടെ ആദ്യത്തെ ഗൈഡ് വളരെ എഫക്റ്റീവ് ആയിരുന്നോ? നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആദ്യത്തെ ഗൈഡ് എഫക്റ്റീവ് ആയിരുന്നോ? വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാനത് ഇറക്കിയിരിക്കുന്നത്. വളരെ ലളിതമായിട്ട് തന്നെയാണ്. പരമാവധി ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ചും സോഷ്യൽ സയൻസിലേക്ക് പരമാവധി ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ? പരമാവധി ക്വസ്റ്റ്യൻ, ചെറിയ ചെറിയ തിരുത്തുകളൊക്കെ അതിനകത്തുള്ളൂ. നമ്പർ ഒന്നുകൂടി 7510447075 7510447075 ഇതാണ് എയിംസ് അക്കാഡമിയുടെ കോണ്ടാക്ട് നമ്പർ. ഈ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. നമ്മളെ ക്ലാസ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം അതിൽ ഉൾപ്പെടുത്തും കൊണ്ട് ഒരു റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു റാങ്ക് ഫയൽ കൂടി ഞാൻ പബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഓൾഡ് സ്റ്റുഡൻസിന് ഫീസിൽ കുറവുണ്ട്. അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഓൾഡ് സ്റ്റുഡൻസിന് ഫീസിൽ കുറവുണ്ട് കേട്ടോ. മൊത്തം നമ്മുടെ ഫീസ് 8,000 ആണ്. 6,000 അടച്ചാൽ മതി. നിങ്ങൾ ഉടനെ ഒന്നും അടച്ചു തീർക്കണ്ട. വളരെ സാവകാശം നിങ്ങൾ അടച്ചു തീർത്താൽ മതി. വളരെ പതുക്കെ അടച്ചാൽ മതി. ആരുടെ കയ്യിൽ നിന്നും ബലമായിട്ടൊന്നും തന്നെ ക്ലാസ്സുകള് ഫീസ് ഒന്നും ഞാൻ വാങ്ങിക്കത്തില്ല കേട്ടോ. ഓക്കെ. വളരെ മിതമായ ഫീസ് മാത്രമേ വെക്കൂ. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. നമ്മുടെ പരീക്ഷ എന്ന് വരുന്നോ അന്ന് വരെയും ക്ലാസ് ഉണ്ടാകും. ഇതിനിടയ്ക്ക് വെച്ച് ക്ലാസ് പിന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല. ഒരിക്കലും ഒരു റീസണും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ക്ലാസ് നിർത്തി വെക്കത്തില്ല. എക്സാം വന്നില്ലെന്നോ അല്ലെങ്കിൽ താമസിക്കുന്നെന്നോ ഒന്നും പറഞ്ഞ് നമ്മൾ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുകയോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. എക്സാം വരെ നമുക്ക് ക്ലാസ് ഈ പറഞ്ഞിരിക്കുന്ന ഫീസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതിൽ ഒരു മാറ്റവും ഉണ്ടാകുകയില്ല. ക്ലിയർ? അനാട്ടമിയുടെ ഒക്കെ ക്ലാസ്സുകൾ കൂടുതലായിട്ട് ഉണ്ടാകും. ഈ പരീക്ഷയ്ക്ക് ഇന്റർവ്യൂ ഇല്ല. ഈ നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇന്റർവ്യൂ ഉണ്ടാകുന്നതല്ല. ഒരു പരീക്ഷയിലും PSC ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ നിലവിലത്തെ പരീക്ഷകളിലൊന്നും തന്നെ ഇന്റർവ്യൂ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പൊ അടുത്ത ക്ലാസ് എന്താണ് എന്ന് നമ്മുടെ ഗ്രൂപ്പില് നിങ്ങൾക്ക് അയച്ചു തരും. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അടുത്ത ക്ലാസ് എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരം അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് എവിടുന്ന് ലിങ്ക് കിട്ടിയോ ആ സ്ഥലത്തേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പറിലേക്ക് ബന്ധപ്പെട്ടിരുന്നാൽ മതി. അടുത്ത ദിവസം തന്നെ നമ്മുടെ അടുത്ത ക്ലാസ് തുടങ്ങും. അപ്പൊ എപ്പിഡമിയോളജിയുടെ ക്ലാസ് ആയിരിക്കും നമുക്ക് ആദ്യം ഉണ്ടാകുന്നത്. അപ്പൊ ആ എപ്പിഡമിയോളജിയുടെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ. താങ്ക് യു. ഒഴിവ് ദിവസം. താങ്ക് യു. മറ്റെന്തെങ്കിലും